നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു പണി. മേൽപ്പാലത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു. മേൽപ്പാലത്ത് ഇതുവരെ കുത്തിപ്പൊളിച്ചു പണിതത് 80ഓളം തവണ. റാപ്പർ വേടനെതിരെയുള്ള പ്രസ്താവന വിവാദമാകുന്നു. റാപ്പർ വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്ന് CPIM നേതാവ് P. ജയരാജൻ. വേടനെതിരെ NIAക്ക് പരാതി നൽകി BJP കൗൺസിലർ. ദേശ കൂട്ടായ്മയൊരുക്കി കണ്ണമ്പ്ര ഋഷിനാരായണമംഗലം വേല. കണ്ണമ്പ്ര ഋഷിനാരായണമംഗലം വേല മഹോത്സവം ശനിയാഴ്ച വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു പണി. മേൽപ്പാലത്ത് ഗതാഗതം നിയന്ത്രിച്ചു. മേൽപ്പാലത്ത് ഇതുവരെ കുത്തിപ്പൊളിച്ചു പണിതത് 80ഓളം തവണ. വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് ശേഷം തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിലെ ജോയിനിലാണ് കോൺക്രീറ്റ് അടന്നു തുടങ്ങിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഭാഗികമായി ഗതാഗതം നിയന്ത്രിച്ചാണ് ഇപ്പോൾ കുത്തിപ്പൊളിക്കൽ പണികൾ തുടങ്ങിയിരിക്കുന്നത്. മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് ശേഷം മേൽപ്പാലത്തിന്റെ ജോയിന്റുകൾ 80ലധികം തവണ കുത്തിപ്പൊളിച്ച് പണിതിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് 3 വരി ഗതാഗതം ഇപ്പോൾ ഒറ്റ വരിയായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. താൽക്കാലികം ബാരിക്കേഡ് വെച്ചാണ് ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമിത വേഗതയിൽ 3 വരിയിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ഇടയാവുകയും വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതും പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പൊളിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. നിലവിൽ പൊളിച്ചു പണിയുന്ന ജോയിന്റിന്റെ അടുത്തുള്ള മറ്റൊരു ജോയിന്റിലും കോൺക്രീറ്റ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എത്ര തവണ പൊളിച്ചു പണിതാലും ഭാരവാഹനങ്ങൾ ഓടി തുടങ്ങിയാൽ വൻ കുലുക്കം അനുഭവപ്പെടുന്നതിലൂടെ ജോയിന്റുകൾ തകരുന്ന സംഭവം പതിവാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാതെയാണ് ഇപ്പോഴും പൊളിച്ചു പണികൾ നടത്തുന്നത്. അശാസ്ത്രീയമായ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡുകളുടെയും പാലങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ കൊണ്ടുവരികയും വേറൊരു കൂരിയാട് മലപ്പുറത്തുണ്ടായ മാതിരി നോക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനിയെങ്കിലും വിദഗ്ധരെ കൊണ്ടുവന്ന് ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ മനസ്സിലാക്കി എന്നേക്കുമായി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പയറിംഗ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വടക്കഞ്ചേരിക്കാർ ഇന്ന് ഇത് മേൽപ്പാലം എന്നല്ല തൂക്കുപാലം എന്നാണ് പറയുന്നത്. യാത്രക്കാരൻ്റെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ ടോൾ പോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. യാത്രക്കാരന് ഒരു സൗകര്യവും നൽകുന്നുമില്ല. വളരെ അപഹാസ്യമായ തരത്തിൽ PWD റോഡുകളേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇന്നിപ്പോൾ ദേശീയപാതയുടെ അവസ്ഥ എന്നറിയുന്നതിൽ വലിയ വിഷമമുണ്ട്, പ്രതിഷേധമുണ്ട്. 2021 ഫെബ്രുവരി 6-നാണ് മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. ദേശീയപാതയിൽ പലയിടത്തും ഇത്തരത്തിൽ പണികൾ നടക്കുന്നുണ്ടെങ്കിലും ടോൾ പിരിവ് സുഗമമായി നടക്കുന്നുണ്ട്. റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയുടെ പ്രസ്താവന വിവാദമാകുന്നു. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് KP ശശികല പറഞ്ഞു. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? കഞ്ചാവോളികൾ പറയുന്നത് കേൾക്കുന്ന ഭരണകൂടത്തിന്റെ രീതി മാറണമെന്നും KP ശശികല പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് വിവാദ പരാമർശം നടത്തിയത്. റാപ്പർ വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്ന് CPIM നേതാവ് P. ജയരാജൻ. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ്. അവർ ഉൾക്കൊള്ളുന്ന സനാതന ധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും. ഇവിടെ പാലക്കാട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പാലക്കാടിന് ഒരു പഴയ ചരിത്രമുണ്ട്.
മഹാത്മാഗാന്ധി ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത്. അന്ന് ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പട്ടികജാതിക്കാരാണ് എല്ലാ സ്വീകരണ പരിപാടികളിലും ഒത്തുചേർന്നത്. പിന്നാക്ക ജാതിക്കാർ എന്ന് മാത്രമല്ല, ഉന്നത ജാതിയിൽപ്പെട്ട പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നപ്പോൾ ഗാന്ധിജിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ആ സനാതനികളെ ഇവിടുത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ് അക്കാലത്തെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പി ജയരാജൻ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റാപ്പർ വേടനെതിരെ അധിക്ഷേപം നടത്തിയ KP ശശികലയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് പരാതിയിൽ പറയുന്നു. പാലക്കാട് കലക്ടറേറ്റ് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് KP ശശികല വേടനെതിരെ വിവാദ പരാമർശം നടത്തിയത്. റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകി. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി NIAയെ സമീപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് കൗൺസിലർ NIAക്ക് പരാതി നൽകിയത്. മോദിയെ കപട ദേശീയവാദി എന്ന് അവഹേളിച്ച വേടനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയോട് കടുത്ത വിവേചനമാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കുന്നതെന്ന് ഫെറ്റേണിറ്റി മൂവ്മെന്റ്. SLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ലഭ്യമാക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, ജനറൽ സെക്രട്ടറി റസീന ആലത്തൂർ, EP സഹില, അമീർ സുലൈമ, സിറാജുൽ ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇതിലേക്കാണ് എക്സാം കഴിഞ്ഞിട്ടില്ല. എക്സാം വരും. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾ ഈ ആപ്ലിക്കേഷനിലേക്ക് വരും. അതുപോലെ CBSE വിദ്യാർത്ഥികൾ വരും, ICSEയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠനം SLC പാസ്സായ വിദ്യാർത്ഥികൾ ഇപ്രാവശ്യം ഒരുപക്ഷെ അഡ്മിഷന് ശ്രമിക്കുന്നുണ്ടാവും. ഇവരെല്ലാവരും കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ അന്തരം വീണ്ടും വർദ്ധിക്കുന്നതാണ് നമ്മുടെ അനുഭവം. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യവും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക മൂവ്മെന്റ് ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതിന്റെ സമര പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. കണ്ണമ്പ്ര കൃഷിനാരദമംഗലം വേല മഹോത്സവം ശനിയാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. വിഷു ദിവസം കൂറയിട്ടത് മുതൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇരു ദേശങ്ങളും നടത്തിയത്. വേല ഉത്സവത്തിന്റെ ഭാഗമായി കണ്ണമ്പ്ര ദേശത്ത് വെള്ളിയാഴ്ച കുമ്മാട്ടി, സാമ്പിൾ വെടിക്കെട്ട്, പാങ്കിളി എന്നിവ നടന്നു. ശനിയാഴ്ച മന്ന് മുഴക്കത്തോടെയാണ് വേല ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് ഉഷപൂജ, അർച്ചന, ചാന്താട്ടം എന്നിവ ഉണ്ടായിരിക്കും. നായർ വീട്ടിൽ നിന്നും പറയെടുപ്പിന് ശേഷം ഉച്ചയ്ക്ക് ഈടുവെടി നടക്കും. തുടർന്ന് കേളിക്ക് ശേഷം കണ്ണമ്പ്ര നായർ വീട് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തോടെ ദേശമന്നത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകുന്നേരം പാണ്ടിമേളത്തിന് ശേഷം വെടിക്കെട്ട് നടക്കും. രാത്രി ദേശമന്നിൽ തായമ്പയ്ക്ക് ശേഷം ദേശമന്നിൽ നിന്നും പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളത്ത് ആരംഭിക്കും. പുലർച്ചെ വെടിക്കെട്ടിന് ശേഷം എഴുന്നള്ളത്തിന് സമാപനമാകും. കണ്ണമ്പ്ര വേല മഹോത്സവം മന്ന് മുഴക്കത്തോടുകൂടി ആരംഭിക്കുകയാണ്. വേല മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിഷു 1-ാം തീയതി കാവിൻ്റെ മുമ്പിൽ കൂറ നാട്ടിയതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണമ്പ്ര ദേശത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി ഭഗവതിയുടെ കോലം എഴുന്നള്ളിക്കുന്നത്, ഭഗവതിയുടെ കോലം വഹിക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. 7 ആനകളെയാണ് അണിനിരത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വേലയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാദ്യം, പഞ്ചവാദ്യം, മേളം, തായമ്പക. പഞ്ചവാദ്യവും മേളവും തായമ്പയും എല്ലാം തന്നെ കണ്ണമ്പ്ര ദേശത്തിന് വേണ്ടി ഒരുക്കുന്നത് പുതുക്കോട് അഭിലാഷ് മാരാരാണ്. കുനിശ്ശേരി അനിയന്മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, ചേലക്കര സൂര്യൻ, മച്ചാട് മണികണ്ഠൻ എന്നിവർ മേളത്തിനും പഞ്ചവാദ്യത്തിനും നേതൃത്വം കൊടുക്കുന്നു. കൂടാതെ 24-ാം തീയതി വൈകുന്നേരം 10 മണിക്ക് ദേശമന്നിൽ ഡബിൾ തായമ്പകയാണ്. സർവശ്രീ കൽപ്പാത്തി ബാലകൃഷ്ണൻ, സർവശ്രീ അത്താലു ശിവൻ എന്നിവരാണ് ഡബിൾ തായമ്പയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്.
മറ്റൊരു പ്രത്യേകതയാണ് കമനീയമായ ആനപ്പന്തൽ. ആനപ്പന്തൽ ഒരുക്കുന്നത് എടപ്പാൾ നാദം പന്തൽ വർക്സാണ്. 23, 24, 25 തീയതികളിൽ മനോഹരമായി മനം കുളിർപ്പിക്കുന്ന രീതിയിൽ ദീപാലങ്കാരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പെരുവനം കുട്ടന്മാരാരാണ് മേളത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് മന്നിൽ നിന്നും ആരംഭിച്ച് കാവിൽ സമാപിക്കുന്നതോടുകൂടി സാമ്പിൾ വെടിക്കെട്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് വെടിക്കെട്ട്. കണ്ണമ്പറ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ തന്നെ വെടിക്കെട്ടിന് പ്രധാനം അറിയിക്കുന്നതാണ്. വെടിക്കെട്ടില്ലെങ്കിൽ എന്ത് വേല, കണ്ണമ്പറ വേല എന്നാണ് ജനങ്ങളുടെ സങ്കല്പം. ആ നിലയിൽ കേരളത്തിലെ പ്രമുഖരായ വെടിക്കെട്ട് കമ്പനിയാണ് കണ്ണമ്പറ ദേശത്തിന് വേണ്ടി വെടിക്കെട്ട് നടത്തുന്നത്. BSS ഫയർ വർക്സ് തൃശ്ശൂരാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. പൂർവാധികം ഗംഭീരമായി തന്നെ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ അവസാനത്തെ ഉത്സവം എന്ന നിലയിൽ വെടിക്കെട്ട് ഗംഭീരമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഉത്സവപ്രേമികളെയും കണ്ണമ്പറ ദേശം വേല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സാമ്പിൾ വെടിക്കെട്ട് 8 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈടുവെടിയും പിന്നീട് 4 മണിക്ക് ആന പന്തലിൽ എത്തുന്നതോടുകൂടി പറമ്പിൽ പക്ഷി ഔട്ടും പുക ഔട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് വേല അവസാനിക്കുന്നതോടുകൂടി 8 മണിക്ക് ഗംഭീരമായ വെടിക്കെട്ട് കണ്ണമ്പറ ദേശത്തിൻ്റെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുലർച്ചെ 4 മണിക്കാണ് കണ്ണമ്പറ ദേശം വെടിക്കെട്ട് നടത്തുന്നത്. 25-ാം തീയതി കാലത്ത് 6 മണിക്ക് വെടിക്കെട്ട് നടത്തി വേല ഉത്സവത്തിൻ്റെ സമാപ്തി ആവുകയാണ്. 8 മണിക്ക് 8:30 കാവിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുകയാണ് പതിവ്. ഋഷിനാരായണമംഗലം ദേശത്ത് വെള്ളിയാഴ്ച പറയെടുപ്പ്, ആനച്ചമയ പ്രദർശനം, കുമ്മാട്ടി, സാമ്പിൾ വെടിക്കെട്ട് എന്നിവ നടന്നു. ശനിയാഴ്ച മന്ന് മുഴക്കത്തോടുകൂടി വേല ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് ഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടക്കും. ഉച്ചയ്ക്ക് കാവിൽ നിന്നും ദേവിയെ ദേശമന്നത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം ഈടുവെടി നടക്കും. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടുകൂടിയ ആന എഴുന്നള്ളത്ത്, പാണ്ടിമേളം, കുടമാറ്റം എന്നിവയ്ക്ക് ശേഷം ആന കാവിറങ്ങുന്നതോടെ വെടിക്കെട്ടുണ്ടാവും. രാത്രി ദേശമന്നത്ത് താഴ്മയ്ക്ക് ശേഷം പുലർച്ചെ പഞ്ചവാദ്യത്തോടു കൂടിയ ആന എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് വെടിക്കെട്ടും ഉണ്ടാവും. രാവിലെ പാണ്ടിമേളത്തോടു കൂടിയ ആന എഴുന്നള്ളത്തിന് ശേഷം കാവിറങ്ങി മന്നത്ത് കോലം ഇറക്കുന്നതോടെ വേലയ്ക്ക് സമാപനമാകും. വേല ആഘോഷങ്ങളുടെ ഭാഗമായി ഇരു ദേശക്കാരും ഒരുക്കിയ ബഹുനില ആനപ്പന്തൽ വെള്ളിയാഴ്ച തന്നെ ദീപാലംകൃതമായിരുന്നു. 2025 ഋഷിനാരദമംഗലം കണ്ണമ്പ്ര വേല 24-ാം തീയതി സമുചിതമായി ആചരിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണെന്നുള്ളതാണ്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഉത്സവം ഞങ്ങളുടെ പഴയ തലമുറ ഞങ്ങൾക്ക് കൈമാറി തരുന്നു. ഞങ്ങളതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംഹിതകളും എല്ലാം തന്നെ ഒട്ടും ചോർന്നു പോകാതെ ഇന്നും അതിൻ്റെ തനിമയും പഴമയും നിലനിർത്തിക്കൊണ്ട് ആ പഴമയിലും തനിമയിലും ആവർത്തിച്ചുകൊണ്ടും അതിനെ കഴിയുന്നത്ര ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ആഘോഷിക്കുകയാണെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരാനയെ എഴുന്നള്ളിച്ചിരുന്ന ഈ ദേശം ഇന്ന് 7 ആനയെ എഴുന്നള്ളിച്ച് ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ നല്ലൊരു ഉത്സവമായി മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിമനോഹരമായ കാഴ്ചപ്പന്തലും അതേപോലെ തന്നെ അതിഗംഭീരമായ വെടിക്കെട്ടും ഒപ്പം തന്നെ വാദ്യഘോഷങ്ങളും പഞ്ചവാദ്യവും അതേപോലെ മേളവും എല്ലാം തന്നെ വളരെ സമുചിതമായും വളരെ ഗംഭീരമായും ആചരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും ഒട്ടും വീഴ്ച വരുത്താറില്ല എന്നതാണ്. ആ പഴയ തലമുറയും നിലവിലുള്ള പുതിയ തലമുറയും സംഗമിച്ചുകൊണ്ട് കൊച്ചു ബാലകന്മാരും വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മതേതരത്വത്തോടുകൂടിയും വർണ്ണവർഗ വ്യത്യാസമില്ലാതെയും ഈ ഉത്സവം ഞങ്ങൾ വളരെ ഗംഭീരമായി ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുകയാണെന്നുള്ളതാണ്. ഏതായാലും ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ നാട്ടിലെ യുവാക്കളുടെ കഴിഞ്ഞ 5 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെ തന്നെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഏകദേശം
3/4 കോടിയോളം രൂപ ചിലവ് വരുന്ന ഈ ഉത്സവം നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇതെല്ലാം തന്നെ ഈ ദേശത്തിലെ ദേശപ്രേമികളുടെയും അതേപോലെ തന്നെ ഉത്സവപ്രേമികളുടെയും ഒപ്പം അന്യ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ വിദേശവാസത്തിലുള്ളവരുടെ തന്നെ ആ ഗൃഹാതുരത്വവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി തുടങ്ങി വച്ചിട്ടുള്ള ഈ ഉത്സവം ഇന്ന് വളരെ ഗംഭീരമായി തന്നെ ജില്ലയിലും കേരളത്തിലും തന്നെ പേര് കേട്ട ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഇക്കൊല്ലത്തെല്ലാം പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ കേളികേട്ട ഏറ്റവും ഗംഭീരമായ അതിപ്രശസ്തമായ ഏറ്റവും കൂടുതൽ ഭാരക്കൂടുതലുള്ള ഗുരുവായൂർ നന്ദൻ എന്ന ആനയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എഴുന്നള്ളത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതുതന്നെ ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജില്ലയുടെ തന്നെ ഒരു പ്രത്യേകതയായി നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. അതേപോലെ വെടിക്കെട്ടിലായാലും ശരി, മറ്റ് ദേശങ്ങളെയെല്ലാം നെമ്മാറ, കാവശ്ശേരി മാതിരിയുള്ള ദേശങ്ങളെയെല്ലാം വെല്ലുന്ന തരത്തിൽ അതിഗംഭീരമായ വെടിക്കെട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പഞ്ചവാദ്യത്തിൽ കുനിശ്ശേരി ചന്ദ്രൻ തുടങ്ങി വളരെ പേരുകേട്ട പഞ്ചവാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഏകദേശം 3.5 മണിക്കൂർ നേരം വളരെ ഗംഭീരമായ പഞ്ചവാദ്യം ഇവിടെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ കാഴ്ചപ്പന്തലൊരുക്കുന്നതും പാറമേക്കാവിനും നെമ്മാറയ്ക്കും അതേപോലെ തന്നെ വിവിധ ദേശങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായി കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ കാഴ്ചപ്പന്തലൊരുക്കുന്ന ആരാധന പന്തൽ വർക്ക്സ് ചെറുതുരുത്തിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ മികവും നേരിൽ കണ്ടു തന്നെ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പെല്ലാം തന്നെ ഈ ദേശത്ത് പന്തൽ സജ്ജീകരിച്ചിരുന്ന ആ പന്തൽ കണ്ട് രസിച്ചവരെല്ലാം തന്നെ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും, ഒരിക്കൽ കൂടി കണ്ണമ്പ്ര വേല കാണണം, ഒരിക്കൽ കൂടി കാഴ്ചപ്പന്തൽ കണ്ട് ആസ്വദിക്കണം, അതേപോലെ വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കണം, പഞ്ചവാദ്യം എഴുന്നള്ളത്തും എല്ലാം തന്നെ കണ്ട് ആസ്വദിക്കണം എന്നുള്ള അഭിവാജ്ഞയോട് കൂടിയിട്ടാണ് ദേശത്തേക്ക് എഴുന്നള്ളത്തുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 12:30 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ വേല ഉത്സവം പിറ്റേ ദിവസം കാലത്ത് 8:30 മണി വരെ വളരെ ഗംഭീരമായും സമുചിതമായും ആഘോഷപൂർവ്വം ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഉത്സവത്തിന് നാന്ദി കുറിക്കുന്നത് തന്നെ മേടമാസം 1-ാം തീയതി ദേശത്ത് കൂറയിട്ടുകൊണ്ട് 40 ദിവസം കൊച്ചു ബാലകന്മാരുടെ കുമ്മാട്ടി ആഘോഷിച്ചുകൊണ്ടും അതേപോലെ തന്നെ കഴിഞ്ഞ 7 ദിവസങ്ങളായി കൂത്ത്, പാവക്കൂത്ത്, അതായത് വളരെ പുണ്യപുരാണമായ രാമായണം കഥയെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന പാവക്കൂത്ത്, അത് ഏകദേശം പാലക്കാട് ജില്ലയിൽ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അതിൻ്റെ പരിപാലനത്വവും അതിൻ്റെ ആചാരവും അനുഷ്ഠാനങ്ങളും പഴമയുമെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് വളരെ സമുചിതമായി ആചരിക്കുകയാണ്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഇതിൽ ക്ഷണിക്കുകയാണ്. ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 7:30 കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളമുണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം കുമ്മാട്ടി മഹോത്സവം കാലത്ത് 12 മണിക്ക് ആ കാവിൽ നിന്ന് നമ്മുടെ വാളുംചലമ്പം എഴുന്നള്ളിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 12:30 നമ്മുടെ ഈടുവെടി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ പഞ്ചവാദ്യം ഉണ്ടാവും. അതിന് 4 മണിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്ന ഗജവീരന്മാരോട് പന്തലിലെത്തിക്കഴിഞ്ഞ് വൈകുന്നേരം 6:30 ശേഷം ഗംഭീര വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളുടെ വെടിക്കെട്ട് ആദ്യമാണ്. 7:30 നമ്മളുടെ ആദ്യത്തെ വെടിക്കെട്ട്. അതിനുശേഷം കണ്ണമ്പ്രദേശത്തിൻ്റെ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം രാത്രി നമ്മളുടെ ദേശം വന്നിട്ട് തായമ്പക ഉണ്ട്. അതിനുശേഷം രാവിലെ 3:30 കാലത്ത് 3:30 നമ്മളുടെ വെടിക്കെട്ടും 4 മണിക്ക് കണ്ണമ്പ്രദേശത്തിൻ്റെ വെടിക്കെട്ടും ഉണ്ടായിരിക്കും. അതിന് ശേഷം പുലർച്ചെ 6:30 ശേഷം നമ്മളുടെ ദേശത്തിൽ നമ്മളുടെ ഗജവീരന്മാർ പോയി മേളത്തോടെ അവിടെ ദേവിയെ വണങ്ങിയ ശേഷം ഈ കാവിൽ മന്നത്ത് തിരിച്ചു വന്ന ശേഷം ഇവിടെ വേല സമാപനം ആവുകയാണ്. എല്ലാ അതിഥികളെയും നമ്മൾ ഈ വെളിയിലുള്ളവരെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇവിടെ എല്ലാം പൂർത്തീകരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ മേളം, പഞ്ചവാദ്യം, അത് ആരാധന പന്തൽ വർക്ക്സിൻ്റെ നമ്മുടെ നല്ലൊരു പന്തൽ ദീപക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശമംഗല സുരേന്ദ്രൻ്റെ വെടിക്കെട്ട് അതിമനോഹരമായ വെടിക്കെട്ടാണ്. എല്ലാ വരുന്ന ആൾക്കാർ ട്രാഫിക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ 11 മണി മുതൽ. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ എല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് മുമ്പ് എത്തിച്ചേർന്നാൽ എല്ലാവർക്കും സുന്ദരമായി വെടിക്കെട്ട് കാണാനുള്ള അവസരം ഉണ്ടാവും. അതിനെല്ലാ സൗകര്യങ്ങളെല്ലാം ദേശം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഹാർദമായി ഈ ദേശത്തേക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.